കാസർഗോഡ് കാഞ്ഞങ്ങാട് സുനാമി ബാധിതർക്കായി നിർമ്മിച്ച വീടുകളിൽ കഴിയുന്നവർ ദുരിതത്തിൽ. അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാത്തതാണ് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. സുനാമി ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശത്ത് 44 വീടുകൾ പണിതെങ്കിലും ഭൂരിഭാഗവും ചോർന്നൊലിക്കുന്ന നിലയിലാണ്. സുനാമി ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്ത് സർക്കാർ നിർമ്മിച്ചു നൽകിയ 44 വീടുകളിലെ ദുരിതക്കാഴ്ചകളാണിവ. ഈ ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന ചോദ്യം ഇവിടെ ഓരോ ചുവരുകൾക്കുള്ളിലും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെയും ചേർത്ത് പിടിച്ച് ഇനി എങ്ങോട്ട് പോകണമെന്ന ചിന്തയിലാണിവർ. വാക്കുകളിലൊക്കെ സർക്കാർ അവഗണനയുടെ അമർഷവും സങ്കടവുമുണ്ട്. എല്ലാവരും കോളനി വാസമായിട്ട് 41 കോളനി ഇടുന്നത് നമുക്ക് തന്നിന്. ഇതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. 1.5 ലക്ഷം റുപ്യ നമ്മളൊരു മുടക്കിയ ആളുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇതിന് വരുമ്പോൾ ഒരു ജനലില്ല, വാതിലില്ല, ഒന്നുമില്ല. എല്ലാം നമ്മളെ കൈമീന്ന് കടുവ് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ അലാക്കിരാന്ന് ഇത് കെട്ടി എടുത്ത് ശരിയാക്കിന്. ഇതിനെ കൊണ്ട് ഇപ്പോൾ ഒരു പ്രചോദനം ഫുള്ള് വെള്ളാൻ്റെ ഉള്ളിൽ. മഴ പെയ്താൽ വീടുകളിൽ വെള്ളം ഊർന്നിറങ്ങും. ചുമരിലും മേൽക്കൂരയിലെ കോൺക്രീറ്റിലുമെല്ലാം ചോർച്ചയാണ്. ചെരുപ്പിടാതെ ചുമരിൽ തൊട്ടാൽ ഷോക്കേൽക്കും. മഴ പെയ്യുമ്പോൾ കുട്ടികൾക്ക് വൈദ്യുതാഘാതമേൽക്കുമോ എന്ന ആദിയാണിവർക്ക്. ഇത് ഒരു വീട്ടിലെ മാത്രം സ്ഥിതിയല്ല. പ്രദേശത്തെ 44 വീടുകളിലും ഇതാണ് അവസ്ഥ. നമ്മൾ രണ്ടും ചെറിയ മക്കളെയും കൊണ്ട് താമസിക്കുന്നതന്നെ. അപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ട് പോകുന്നു വരുന്നു. ഇക്കൊല്ലം തീരെ താമസിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. മുകളിലും വെള്ളം തന്നെ, തായും വെള്ളം തന്നെ, എല്ലാം വെള്ളം തന്നെ. പിന്നെ ഞങ്ങൾ എന്താക്കണം? പിന്നെ ലീക്കിനും എല്ലാം ചെയ്തു തരണം. ഉള്ളിലും ചോരുന്നു, പുറത്തും ചോരുന്നു. അപ്പോൾ എന്ത് ചെയ്യും ഞമ്മ? തെക്കൻ കേരളത്തിലുണ്ടായ സുനാമിയിൽ വിറങ്ങലിച്ചു നിന്ന കാലത്ത് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ 44 വീടുകൾ. കടലോരത്തെ താമസക്കാരെ അപകട മേഖലയിൽ നിന്നും പുനരധിവസിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 3 സെന്റിൽ ഒതുങ്ങുന്ന കുഞ്ഞു കോൺക്രീറ്റ് വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നിർമ്മിച്ചത്. 2 മീറ്റർ വീതിയും 2 മീറ്റർ നീളവുമുള്ള 2 മുറികളും അടുക്കളയും ഉൾക്കൊള്ളുന്നതാണ് വീടുകൾ. കോളനിയിലെ കിണറിലാണെങ്കിൽ മലിനജലമാണെന്നും ഇവർ പറയുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെന്നും താമസക്കാർ. കുടിവെള്ളത്തിന് ഒരു പ്രാവശ്യം വന്നിട്ട് ആ വീട്ടിലാണ് നല്ല വെള്ളമുള്ളത്. ആടുന്ന് മുനിസിപ്പാലിറ്റി നാളെല്ലാം വന്നിട്ട് ഇതാ ഈ സ്ഥലത്ത് ഒരു കല്ലിട്ടിട്ട് ഇപ്പം അടുത്ത് കുടിവെള്ളം കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന ഇനിയെങ്കിലും സർക്കാർ അവസാനിപ്പിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ ഞാനിരിക്കുന്ന പത്മിനിയുടെ വീട്ടിലിപ്പോഴും മുകളിൽ നിന്ന് വെള്ളമിങ്ങനെ താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇവർ ഉന്നയിക്കുന്ന പരാതികളിൽ കൃത്യമായ അന്വേഷണം നടക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അഭിലാഷ് പള്ളിക്കരയ്ക്കും വിജയ് ഷണങ്കൂരിനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യമാണ് അവിടെയുള്ള ആളുകൾ, ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പകുതിയിലേറെ വീടുകളിൽ ഭിത്തികളിൽ നിന്ന് ഷോക്കടിക്കുന്നുണ്ട് എന്നുള്ള പരാതിയും അവർ ഉയർത്തുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്കാണ്. ഇല്ല, നമ്മൾ വന്ന സമയത്ത് ഇത്ര ചോർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ മഴയൊക്കെ വന്നേ പിന്നെ നല്ല ചോർച്ചയുണ്ട്. 7 വർഷമായി ഞാൻ വന്നിട്ട് ഫുള്ള് ചോർച്ച. മഴ വന്നാൽ ഫുള്ള് ചോർച്ച തന്നെ. നമുക്ക് നിൽക്കാനേ പറ്റുന്നില്ല. ഫുള്ള് വെള്ളം നമ്മൾ പിഴിഞ്ഞെടുക്കണം വെള്ളം. അങ്ങനത്തെ ബുദ്ധിമുട്ട്. കെട്ടി നിൽക്കുന്ന വെള്ളം ഏത് സമയത്ത് ഇത് ഇടിഞ്ഞ് വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പോൾ അവിടുത്തെ വയനാട്ടിലെ സംഭവം അതുപോലത്തെ ഒരു സംഭവം വീടി ഉണ്ടാവും. അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടാവും. 44 വീടുകളുണ്ട്. ഇതുവരെ റവന്യൂ മന്ത്രി വന്ന്, അതുപോലെ തന്നെ ചെയർപേഴ്സ് വന്ന് മുനിസിപ്പാലിറ്റിന്ന്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ വന്ന് ഒരു സ്വാസ്ഥ്യ പരിഹാരം ഇവിടെ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കടലിൽ പോയിട്ട് വന്നിട്ട് കണ്ടില്ലേ, നമ്മളെ പോലെ കണ്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീട്ടിലെ ആൾക്കാരുടെ അവസ്ഥ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വയനാട് പോലെ ആവും ഈ സ്ഥലം.